എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയതിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്നായിരിക്കുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. ഡിസംബറിൽ പരീക്ഷ ഉണ്ടാകുമോ അതോ ജനുവരിയിലേക്ക് പോകുമോ? വിശദമായ വാർത്തയിലേക്ക് തന്നെ അടക്കാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബെല്ലിലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്തോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിൽ തന്നെ എടുക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്നായിരിക്കും നടക്കുക എന്ന് പല വിദ്യാർത്ഥികൾ നമ്മോട് കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്നൊരു സംശയം തന്നെയാണ്. നമ്മൾ ഈ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളുടെ കാര്യം എടുക്കുമ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ രജിസ്ട്രേഷൻ നടപടികളൊക്കെ 2 മാസം മുമ്പേ കഴിഞ്ഞതാണ്. എന്നാൽ പരീക്ഷ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതൊരു വിശദീകരണം നൽകിയിട്ടില്ല. അപ്പോൾ ഇതുവരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷ നടക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം നൽകാത്ത സ്ഥിതിയിലാണ് പല വിദ്യാർത്ഥികളും നമ്മളോട് കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്നത് പരീക്ഷ ഡിസംബറിൽ ഉണ്ടാകുമോ എന്നുള്ളത് നമ്മളോട് പല വിദ്യാർത്ഥികളും കമൻ്റ് അയച്ചും പേഴ്സണലിയും അല്ലാതെയൊക്കെ വിളിച്ചും ഒക്കെ ചോദിക്കുന്ന സംശയം തന്നെയാണ്. മോസ്റ്റ് പ്രോബബിളി പറഞ്ഞാൽ നിങ്ങളുടെ പരീക്ഷ ഡിസംബറിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ്. കാരണം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ വരും ദിവസങ്ങൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇലക്ഷനായി, അത് കഴിയുമ്പോൾ ക്രിസ്മസ് അവധിയായി, അതോടുകൂടി ഡിസംബർ മാസം കഴിയാനുള്ള വെടിക്കെട്ടുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഏതാണ്ട് ആയിട്ടുണ്ട്. ഇലക്ഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ക്രിസ്മസ് അവധിക്കുള്ളതായി. പിന്നീട് അതോടെ ഡിസംബർ മാസം ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യം തന്നെയാണ്. 100% എഴുതി ഗ്യാരണ്ടി ആയിട്ട് പറയുന്നു. നിങ്ങളുടെ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഡിസംബറിൽ ഉണ്ടാവില്ല. നിങ്ങളുടെ മിക്കവാറും ഒരു 90% നിങ്ങളുടെ പരീക്ഷ 90 അല്ലെങ്കിൽ 100% നിങ്ങളുടെ പരീക്ഷ ജനുവരി മാസത്തിൽ നടക്കാനാണ് സാധ്യത. രജിസ്ട്രേഷൻ നടപടികളൊക്കെ 2 മാസം മുമ്പേ കഴിഞ്ഞാണ്. നിലവിൽ പല വിദ്യാർത്ഥികളും നമ്മളോട് കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്നൊരു സംശയം തന്നെയാണ് ഇനി രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. നമുക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള സമയപരിധി അത് സൂപ്പർ ഫൈനോട് കൂടിയുള്ള രജിസ്ട്രേഷൻ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതാണ്. എന്നാൽ നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രജിസ്ട്രേഷനുള്ള സ്കോപ്പ് ലഭിച്ചു എന്ന് വരാം. കാരണം എന്താണ്, ഇപ്പോൾ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ നടപടികളൊക്കെ പൂർത്തിയായെങ്കിലും പരീക്ഷ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു വിശദീകരണം നൽകാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്കൊരു കാര്യം നമുക്കൊരു കാര്യം 90% പറയാൻ സാധിക്കും. ഇനി രജിസ്റ്റർ ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് സൂപ്പർ ഫൈൻ അടയ്ക്കേണ്ടി വരും, കുറച്ചധികം തുകയൊക്കെ അടയ്ക്കേണ്ടി വരും. എന്നാലും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരാം. ഇതിന് കാരണമായിട്ട് പ്രധാനമായും പറഞ്ഞത് രജിസ്ട്രേഷൻ നടപടികൾ, പരീക്ഷകളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടപടികൾ കഴിഞ്ഞുവെങ്കിലും ഇതുവരെ ഇപ്പോൾ 2-2.5 മാസമായിട്ടും ഇതുവരെ പരീക്ഷ എന്ന് തുടങ്ങും എന്ന് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു വിശദീകരണവും നൽകിയിട്ടില്ല. ഇപ്പോൾ ഇനി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അത് കഴിഞ്ഞ് ക്രിസ്മസ് അവധി വരാൻ പോകുന്നു. ഇനി എന്തായാലും ഒരു 100% നിങ്ങളുടെ പരീക്ഷ ജനുവരി മാസത്തിൽ നടക്കാനാണ്. ജനുവരി മാസത്തിൽ തന്നെയാണ് പരീക്ഷ. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞാൽ സ്കോപ്പ് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യമാണ് 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ കാര്യം. മോസ്റ്റ് പ്രോബബിളി 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചത് അവസാന ചാൻസാണ്. സാധാരണ ഒരു ഡിഗ്രി എന്ന പ്രോഗ്രാമിൽ നമ്മൾ പ്രവേശനം നേടിക്കഴിഞ്ഞാൽ 5 to 6 years ആണ് ആ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാനുള്ള വാലിഡിറ്റി പീരീഡ്. 5 to 6 years എന്ന് പറയുമ്പോൾ അത് കോവിഡ് കാലത്ത് മാത്രമായിരുന്നു 5 to 6 years എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു ഡിഗ്രി എന്ന പ്രോഗ്രാം 5 years കൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. 5 years എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് 2 കൊല്ലം കൂടി മാത്രമേ നമുക്ക് ടൈമുള്ളൂ. അത് കഴിഞ്ഞ് പരീക്ഷ എഴുതാൻ സാധിക്കില്ലേ? സാധിക്കും. പക്ഷേ എന്താണ്, നിങ്ങൾ യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന 1 time റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷനും സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമിനേഷനും മേഴ്സി ചാൻസ് എക്സാമിനേഷനുമായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ പരീക്ഷ എന്നായിരിക്കും എന്നുള്ളത് കറക്റ്റ് ഉത്തരം നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ എല്ലാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് തോന്നുമ്പോൾ മാത്രമാണ് നടത്തുന്നത്. നിലവിൽ 2016 അഡ്മിഷൻ വരെ മാത്രമേ ഇതുവരെ 1 time റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ നടത്തിയിട്ടുള്ളൂ. 2017 പെൻഡിങ് ഉണ്ട്, 2018 പെൻഡിങ്, 2019 പെൻഡിങ്. ഇനി അതിനുശേഷം മാത്രമേ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ പരീക്ഷ ഉണ്ടാകുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഒരു 5 കൊല്ലത്തേക്ക്
ഇനി പരീക്ഷ എഴുതാനുള്ള അവസരം എന്ത് ചെയ്യണ്ട, നോക്കണ്ട. 5 കൊല്ലം കൊണ്ട് മാത്രമേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2017, 18, 19 നടത്തി. അതിനുശേഷം മാത്രമേ 2020 വരുള്ളൂ. കാരണം ഇപ്പോൾ പലയിടത്തും നടക്കുന്നത് തന്നെ അങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1 ടയർ സപ്ലിമെൻ്ററി എക്സാമിനേഷനും സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമിനേഷനും കൃത്യമായിട്ടൊന്നും നടക്കാറില്ല. ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ നടക്കുന്നതെന്നല്ലാതെ എപ്പോഴായിരിക്കും അതിന് നോട്ടിഫിക്കേഷൻ വരിക, അതുപോലെ തന്നെ പരീക്ഷ നടക്കുക, അതിൻ്റെ റിസൾട്ട് എന്നായിരിക്കും എന്നുള്ളതിനൊന്നും ഒരു ഗ്യാരണ്ടി ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഈ 1ാം സെമസ്റ്റർ പരീക്ഷയിൽ സപ്ലി ഉണ്ടെങ്കിൽ ഈ 1ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് എഴുതാം. എന്നാൽ ഇനി 2026 കോൾ ഫോർ ചെയ്യാൻ പോകുന്ന 2, 4, 6 സെമസ്റ്റർ പരീക്ഷകളും അത് കഴിഞ്ഞ് തൊട്ട് അടുത്ത നവംബർ, ഡിസംബർ ഒക്കെ വീണ്ടും ആകുമ്പോൾ 1, 3, 5 പരീക്ഷകളൊന്നും നിങ്ങൾക്ക് റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ എഴുതാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ 1ാം സെമസ്റ്റർ ഇതിൽ ഇപ്പം നിങ്ങൾക്ക് ഈ 1ാം സെമസ്റ്ററിൽ മാത്രമാണ് സപ്ലി ഉള്ളത്. ഇപ്പോൾ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ 1ാം സെമസ്റ്റർ പരീക്ഷയിൽ മാത്രമാണ് സപ്ലി ഉള്ളതെങ്കിൽ നിങ്ങൾ ഒരു കണക്കിന് നോക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം നിങ്ങൾക്ക് ഈ ജനുവരി മാസം നടക്കാൻ പോകുന്ന 1ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ നിങ്ങളുടെ ആ സപ്ലി ക്ലിയർ ചെയ്യാനുള്ള അവസരം നിങ്ങളുടെ മുമ്പിലുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ 1ാം സെമസ്റ്ററിൽ മാത്രമേ സപ്ലി ഉള്ളൂ. ഈ ജനുവരി മാസം നടക്കാൻ പോകുന്ന 1ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ നിങ്ങളുടെ സപ്ലികൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല, അതിൽ വീണ്ടും നിങ്ങൾ തോറ്റുപോവുകയാണെങ്കിൽ പരീക്ഷ എന്നുണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണവും എനിക്ക് പേഴ്സണലി പറയാൻ സാധിക്കില്ല. കാരണം എന്ന് പറയുന്നത് നിലവിൽ ഞാൻ ആദ്യമേ പറഞ്ഞു 2016 വരെ മാത്രമേ കോൾ ഫോർ ചെയ്തിട്ടുള്ളൂ. 17, 18, 19 പെൻഡിങ് കിടക്കുന്നുണ്ട്. ഇതിനുശേഷം മാത്രമേ 2020 ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ സപ്ലി ഉള്ളവർ തീർച്ചയായും ക്ലിയർ പോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പരീക്ഷ എന്തായാലും ജനുവരി മാസത്തിൽ തന്നെ വരാനാണ് സാധ്യത. തീർച്ചയായും ഇത് മാറിലായിട്ട് ഇന്നൊക്കെയുള്ള അപ്ഡേറ്റുകൾ വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും വരുമ്പോൾ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ പുതിയ കാണുന്നൊരു താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.